BSFിലേക്ക് മുൻപ് നിരവധി തസ്തികകൾ ഒരുമിച്ച് വന്ന കാര്യം നമ്മൾ 1 by 1 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ വീണ്ടും BSF അതിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, നീട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും അതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സൈറ്റിൽ ഇപ്പോൾ വീണ്ടും അത് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ASI തസ്തിക ഒഴികെ ബാക്കിയുള്ള എല്ലാ പോസ്റ്റിലേക്കും ഇപ്പോൾ BSFിൻ്റെതായിട്ട് മാത്രമുള്ള നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ASI എന്ന് പറയുന്നത് ബാക്കിയുള്ള ഫോഴ്സിലേക്കും ഉണ്ടായിരുന്നു. CISF അതുപോലെ തന്നെ ITBP അങ്ങനെയുള്ള തുടങ്ങിയ മറ്റുള്ള ഫോഴ്സിലേക്കും ഉണ്ടായിരുന്നു. പക്ഷേ BSFിന് വേണ്ടി മാത്രം BSFിൻ്റെ സൈറ്റിലൂടെ വിളിച്ച തസ്തികകളിലേക്ക് ഇപ്പോൾ വീണ്ടും അപേക്ഷിക്കാനുള്ള ഒരു അവസരം BSF തുറന്നു തന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. മേ ബി അപേക്ഷകർ കുറവാണെന്നും കരുതുന്നില്ല. നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ASI തസ്തികയിലേക്ക് ഏകദേശം 8 ലക്ഷത്തിൻ്റെ അടുത്താണ് അപേക്ഷകർ പോയിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ അറൗണ്ട് ആണ്, ഒരു ചുരുക്കരൂപം പറഞ്ഞതാണ്, ഏകദേശം ഒരു കിട്ടിയിട്ടുള്ള ഡാറ്റ പറഞ്ഞതാണ്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അവസാന ദിവസത്തിലാണ്. 8-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ 7-ാം തീയതിയാണ് 1.5 ലക്ഷത്തിൻ്റെ മുകളിൽ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ASIക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഡാറ്റ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. കാരണം ഇതിനു മുൻപ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തതാണ്. BSFിൻ്റെ പ്ലേലിസ്റ്റ് ഇതിലുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. മാത്രമല്ല എങ്ങനെ ഇത് ചെക്ക് ചെയ്യാന്നുള്ള കാര്യവും ഈ വീഡിയോ ഭാഗത്തിലൂടെ പറയുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നിലവിൽ തുടങ്ങിയിട്ടുള്ള, അതായത് മുൻപ് വിളിച്ച റിക്രൂട്ട്മെന്റ് ആണ്. വീണ്ടും അതിന്റെ അപേക്ഷ റീ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു തസ്തികയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇൻസ്പെക്ടർ ലൈബ്രറിയൻ തസ്തികയാണ്. നിരവധി തസ്തിക വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ തസ്തികയാണിത്, ലൈബ്രറിയൻ തസ്തിക. അതിന്റെ സാലറിയും വേക്കൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോ പൗസ് ചെയ്ത് നിങ്ങൾ നോക്കുക. കാരണം ഇതിന് മുൻപ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞതാണ്. ഇപ്പോൾ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ലൈബ്രറിയൻ തസ്തിക, ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഇന്ത്യൻ സിറ്റിസൺസിനാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻ ഈ ഒറ്റ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 30 വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രി, ലൈബ്രറി സയൻസിൽ ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതിൽ ഏതെങ്കിലും ഒന്നിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. പിന്നെ 2 ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 2 ഇയർ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇൻ ലൈബ്രറി അണ്ടർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ കീഴിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൈറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന് അപേക്ഷിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കൂടി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് 4 പോസ്റ്റുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കും. അതായത് അത്രയും തസ്തികകൾ നമുക്കിപ്പോൾ അപേക്ഷിക്കാനായിട്ട് അവൈലബിൾ ആണ്. 1, 2, 3 ഇവിടെ 3 പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് മുൻപ് നമ്മൾ ഒന്നും ഡിസ്കസ് ചെയ്തു. അങ്ങനെ 4 എണ്ണം. നോട്ടിഫിക്കേഷൻ രണ്ടാമത്തെയാണ്. പക്ഷേ അതിൽ ഒരുപാട് തസ്തികകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒന്നിന് നിങ്ങൾക്ക് യോഗ്യത ഇല്ലാതിരിക്കില്ല. തീർച്ചയായിട്ടും യോഗ്യത ഉള്ളതിന് അപേക്ഷിക്കാൻ മറക്കേണ്ട. പിന്നെ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ആദ്യം കണ്ട് മനസ്സിലാക്കുക. ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഇതിൻ്റെ ഓർഡർ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോൻ്റെ അവസാനത്തിൽ പറയും. ആദ്യം നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി പോകാം. അപ്പോൾ SI വന്നത് കാണാൻ സാധിക്കും. സ്റ്റാഫ് നേഴ്സ് ആണ്. അതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. സാലറി കാണാം. പിന്നെ ASI വന്നിട്ടുണ്ട്, ലാബ് ടെക് ആണ്, ലാബ് ടെക്നീഷ്യൻ ആണ്. അതുപോലെ തന്നെ ASI ഫിസിയോതെറാപ്പിസ്റ്റ് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ സാലറിയും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് C ആണിത്, ഇത് ഗ്രൂപ്പ് B ആണ്. ഇനി ഇതിന് അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കും കൂടി നമുക്ക് കിടക്കാം. സോ ഇതിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. SI പോസ്റ്റിലേക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ +2 ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കണം. പിന്നെ രജിസ്ട്രേഷൻ ആസ് എ ജനറൽ നേഴ്സ് ആൻഡ് മിഡ്വൈഫ് വിത്ത് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇത് ഡിസേബിൾ ആണ്, ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും എന്ന് മാത്രം. അതുപോലെ തന്നെ ASI ലാബ് ടെക്നീഷ്യൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത +2 വിത്ത് സയൻസോട് കൂടി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജിയിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. അതുള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ ASI ഫിസിയോതെറാപ്പിസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് +2 സയൻസിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഫിസിയോതെറാപ്പിസ്റ്റിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിത്ത് 6 മന്ത് എക്സ്പീരിയൻസ് ഇൻ എ ഹോസ്പിറ്റൽ ഓഫ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഏജ് ലിമിറ്റ് SIക്ക് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ, ASIക്ക് 18 മുതൽ 25 വയസ്സ് വരെ, ASI
ഫിസിയോതെറാപ്പിസ്റ്റിന് 20 മുതൽ 27 വയസ്സ് വരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏജ് റിലാക്സേഷൻ നമ്മൾ പറയുന്നില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. SC/ST 5, OBC 3, അത് ആ ഒരു നോർമൽ കേസിൽ തന്നെയാണ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പോസ്റ്റിലേക്കും നൽകപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ഒന്ന് നോക്കുക, നോക്കി മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ജസ്റ്റ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ഫേസിൽ റിട്ടേൺ ആണ്. ചിലതിന് ഫിസിക്കൽ വരും, ചിലതിന് റിട്ടേൺ വരും. റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട്, പിന്നെ ഫിസിക്കൽ ഉണ്ട്. ആ ഒരു മെത്തേഡിലാണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ. ഇനി നമുക്ക് മൂന്നാമത്തെ നോട്ടിഫിക്കേഷനിലേക്ക്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. SI വെഹിക്കിൾ മെക്കാനിക് ഉണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ട്രേഡ്സ്മാൻ ആണ്. കോൺസ്റ്റബിൾ പോസ്റ്റ് OT/RP ഉണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ SKT ഉണ്ട്, ഫിറ്റർ ഉണ്ട്, കാർപ്പൻറ്റർ ഉണ്ട്, ഓട്ടോ ഇലക്ട്രിക് ഉണ്ട്, വെഹിക്കിൾ മെക്കാനിക് ഉണ്ട്, BSTS ഉണ്ട്, അതുപോലെ തന്നെ ഹോൾസ്റ്റർ ഉണ്ട്. ഇത്രയും പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷനും നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻ ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ കാണാൻ സാധിക്കും SI പോസ്റ്റിലേക്ക് 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് ഗ്രൂപ്പ് B പോസ്റ്റാണ്. ഇനി ഗ്രൂപ്പ് C പോസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റബിൾ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ITI വേണം. അല്ലെങ്കിൽ ITI ഇല്ലാത്ത പക്ഷം 3 ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ റെസ്പെക്റ്റീവ് ട്രേഡിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡിൽ, അതായത് നമ്മൾ പറഞ്ഞ ട്രേഡിൽ, ഇവിടെ മുകളിൽ നമ്മൾ ട്രേഡ് വർക്ക് ഉണ്ടായിരുന്നു, അതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റ് വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് 30 വയസ്സ് വരെയാണ് നമ്മുടെ SI തസ്തികയിലേക്ക്. കോൺസ്റ്റബിൾ 18 to 25 വയസ്സ് വരെയാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ദെൻ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ നാലാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹെഡ് കോൺസ്റ്റബിൾ, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ തസ്തിക. ഹെഡ് കോൺസ്റ്റബിൾ വെറ്റിനറിയും കോൺസ്റ്റബിൾ കേണൽമാനുമാണ്. അപ്പോൾ ഇതിൻ്റെയും അപേക്ഷ റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. എനിക്ക് തോന്നുന്നു വേക്കൻസി കുറവ് കാരണം ഒരുപാട് പേര് അപേക്ഷിക്കാതിരിക്കുന്നുണ്ട്. യോഗ്യത ഉണ്ടെങ്കിൽ, ജസ്റ്റ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഓപ്പർച്യൂണിറ്റി ലഭിക്കാനുള്ള ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ വെറ്റിനറിയിലേക്ക് അപേക്ഷിക്കാനുള്ള ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻ +2 ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ വെറ്റിനറി സ്റ്റോക്ക് അസിസ്റ്റൻറ്റിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. അതുള്ളവർക്ക് ഹെഡ് കോൺസ്റ്റബിളിന് അപേക്ഷിക്കാം. കോൺസ്റ്റബിൾ കേണൽമാൻ അപേക്ഷിക്കാൻ 10ാം ക്ലാസ് വേണം. 2 ഇയർ എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് ഓഫ് ആനിമൽസ് ഫ്രം ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വെറ്റിനറി കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആനിമൽ ഫാംസിൽ നിന്നോ അവിടെ നിന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിന് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് സെയിം ആണ് രണ്ടിനും. 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് 2 പോസ്റ്റിലേക്കും യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഇത്രയും പോസ്റ്റുകളാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് BSF റീഓപ്പൺ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിന് അപേക്ഷിക്കേണ്ട മെത്തേഡും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ള പോസ്റ്റിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിനു മുമ്പ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുമുണ്ടായിരുന്നു. സോ ഇതിനെങ്ങനെ അപേക്ഷിക്കാന്നുള്ള ഡീറ്റെയിൽസിലേക്ക് നോക്കാം. നോട്ടിഫിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള കാര്യവും നമുക്ക് നോക്കാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ BSFൻ്റെ ലിങ്ക്, വെബ്സൈറ്റ് ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത അതേ ഓർഡറിൽ നമ്മൾ ഏത് പോസ്റ്റാണോ ആദ്യം പറഞ്ഞിട്ടുള്ളത് ആ പോസ്റ്റാണ് ഇവിടെ ആദ്യം BSFൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് അതിന് യോഗ്യത ഉണ്ടെങ്കിൽ ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1, 2, അതുപോലെ തന്നെ 3, 4 പോസ്റ്റുകളാണ് ഇപ്പോൾ BSFൻ്റെ ആക്റ്റീവ് ആയിട്ടുള്ളത്. മുൻപ് അപേക്ഷ കഴിഞ്ഞതാണ്. ഇതിൻ്റെ അപേക്ഷ റീഓപ്പൺ ചെയ്തതാണ്. ലാസ്റ്റ് ഡേറ്റ് 25 ജൂലൈ 2024 പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റ് 25 ജൂലൈ 2024 നീട്ടിയിട്ടുണ്ട്. അപേക്ഷയുടെ ഡേറ്റ് ഒക്കെ പണ്ടേ കഴിഞ്ഞു. അപേക്ഷയൊക്കെ പണ്ടേ ക്ലോസ് ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 11ാം തീയതി മുതലാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കിതിന് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 25 ജൂലൈ 2024 മറക്കരുത്, 25 ജൂലൈ 2024. യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. പിന്നെ റിസൾട്ട്, ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മൾ സെക്കൻഡറി ചാനലിലാണ് ഇനി മുതൽ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടൊക്കെ നമ്മൾ ഡയറക്റ്റ് ത്രൂ ഇതിലൂടെ തന്നെ ഷെയർ ചെയ്യാം. പക്ഷേ ബാക്കിയുള്ള PSC അതുപോലെ തന്നെ ഡെയിലി റിലീസ് ചെയ്യുന്ന ലിസ്റ്റുകൾ അതൊക്കെ അറിയാനായിട്ട് നിങ്ങൾ സെക്കൻഡറി ചാനൽ കൂടി ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും.